ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2022 നവംബർ 15 ശ്രീനാരായണ ഗുരു ആരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ശതാബ്ദിയാണ് ആഘോഷിച്ചത്. 2022 നവംബർ 15 ചോദ്യം. ശതാബ്ദി 100 വർഷം. ഓക്കെ, കമന്റ് ചെയ്തേ ആരാ ആൻസർ? ഓപ്ഷൻ സി ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികമാണ് 2022 നവംബർ 15 ആഘോഷിച്ചത് കേട്ടോ. ഓക്കെ, ടാഗോറാണ്. ടാഗോറും ഗുരുവും കൂടെ കൂടിക്കാഴ്ച നടത്തിയത് 2022 നവംബർ 15 ഓക്കെ. അടുത്ത് 2023 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ജേതാക്കളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ ജോഡികളിൽ തെറ്റായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓക്കെ, അത് നോക്കി. ഒന്നാമത്തെ ജോഡി ഫ്രഞ്ച് ഓപ്പൺ നൊവാക് ജോക്കോവിച്ച്, US ഓപ്പൺ കാസ്പർ റൂഡ്, വിംബിൾഡൺ കാർലോസ് അൽക്കാരസ്, ഓസ്ട്രേലിയൻ ഓപ്പൺ നൊവാക് ജോക്കോവിച്ച്. ഓക്കെ, കമന്റ് ചെയ്തേ. ഉത്തരം കിട്ടിയ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി 2 തെറ്റായിട്ട് വന്നിരിക്കുന്നത്. കാരണം US ഓപ്പൺ കിട്ടിയത് ആർക്കാണ്? US ഓപ്പൺ കിട്ടിയത് ആർക്കാ കുട്ടികളെ അറിയോ? US ഓപ്പൺ കിട്ടിയത് നൊവാക് ജോക്കോവിച്ചിനാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ ഈ 3 കിട്ടിയത് ആർക്ക് തന്നെയാണ്? നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ 3 കിട്ടിയത് ആർക്ക് തന്നെയാണ്? ഈ പറയുന്ന നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ്. വിംബിൾഡൺ ആണ് ആർക്ക് കിട്ടിയത്? വിംബിൾഡൺ കാർലോസ് അൽക്കാരസിന് കിട്ടി കേട്ടോ. വിംബിൾഡൺ മാത്രം കാർലോസ് അൽക്കാരസിനാണ്. അത് ഓർത്തിരിക്കണം. കാരണം നമ്മൾ വിംബിൾഡൺ കാർലോസ് അൽക്കാരസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? വിംബിൾഡൺ കാർലോസ് അൽക്കാരസ് അത് നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, ശരി. അടുത്ത് 3ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിൽ നിർമ്മിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെ? സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിൽ നിർമ്മിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഉദ്ഘാടനം ചെയ്തിരുന്ന ചോദ്യം. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി തവനൂരാണ് കേട്ടോ. തവനൂരാണ് ആൻസർ. തവനൂര്. ഓക്കെ, തവനൂര് ഏത് ജില്ലയിലാ? തവനൂർ ഏത് ജില്ലയിലാ? തവനൂര് മലപ്പുറം ജില്ലയിലാണ്. തവനൂർ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് തവനൂർ സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ തവനൂരാണ് ആൻസർ. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകൾ പരിഗണിക്കുക. 1ാമത്തെ പ്രസ്താവന കാലി ജഗഹ് എന്ന കൃതിക്കാണ് ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ചത്. 2ാമത്തെ പ്രസ്താവന തിരോഹിത്, രക്തസമാധി എന്നീ കൃതികൾ രചിച്ചത് ഗീതാഞ്ജലി ശ്രീയാണ്. 3ാമത്തെ പ്രസ്താവന ഹിന്ദി ഭാഷയിൽ എഴുതിയ കൃതിയിലൂടെ ബുക്കർ സമ്മാനം നേടിയ ആദ്യ സാഹിത്യകാരിയാണ് ഗീതാഞ്ജലി ശ്രീ. 4ാമത്തത് ഗീതാഞ്ജലി ശ്രീയുടെ നോവൽ മണൽ സമാധി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇവിടെ ഈ പ്രസ്താവനകളില് പ്രസ്താവന നോക്കി പറഞ്ഞേ വളരെ ഏതൊക്കെയാ ശരി നോക്കി പറഞ്ഞേ. കമന്റ് ചെയ്തേ. പിള്ളേരെ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 2, 3, 4 ശരി. 2, 3, 4 ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അത് എങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാല് നമുക്ക് ഈ 1ാമത്തെ പ്രസ്താവന, അതായത് ബുക്കർ സമ്മാനം ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം കിട്ടിയ കൃതി തെറ്റാണ്. ഏത് കൃതിക്കാണ് കിട്ടിയത്? രക്തസമാധി അല്ലെങ്കിൽ തോംബ് ഓഫ് സാൻഡ് കേട്ടോ. രക്തസമാധി അല്ലെങ്കിൽ തോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്കാണ് കിട്ടിയത്. അപ്പൊ അവിടെയാണ് തെറ്റ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ രക്തസമാധി അല്ലെങ്കിൽ തോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്കാണ് ഗീതാഞ്ജലി ശ്രീക്ക് പുരസ്കാരം കിട്ടിയത്. അത് ഓർത്തിരിക്കുക. അടുത്ത് 5ാമത്തെ ചോദ്യം. 2023 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച നീതി ആയോഗിന്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എന്ന ചോദ്യം. 2023 ജൂലൈ പ്രസിദ്ധീകരിച്ച നീതി ആയോഗിന്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എന്ന ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ എറണാകുളമാണ് ആൻസർ. ഓപ്ഷൻ എ എറണാകുളമാണ് ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല. എറണാകുളം. ഓക്കെ, അടുത്ത 6ാമത്തെ ചോദ്യം. പ്രസവശേഷം സർക്കാർ ആശുപത്രിയിൽ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ചോദ്യം. പ്രസവശേഷം സർക്കാർ ആശുപത്രിയിൽ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായിട്ട് വാഹനത്തിൽ വീട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഓപ്ഷൻ ഡി മാതൃയാനമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ശേഷം കമന്റ് ചെയ്യുക. മാതൃയാനമാണ് കേട്ടോ. അടുത്ത ചോദ്യം. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടെ ഇന്ത്യയിൽ 2ാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയത് ഏതാണ്?
ഈ മാതൃയാനം പദ്ധതി നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. യാന്ന് വെച്ചാൽ യാത്രയല്ലേ? യാന്ന് വെച്ചാൽ യാത്രയാണ്. ഓക്കെ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അമ്മയുടെയും കുഞ്ഞിന്റെ യാത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ, മാതൃയാനം. അത് ചോദിക്കുന്നതാണ് മാതൃയാനം. ശരി, അപ്പൊ ഇതൊന്ന് കമന്റ് ചെയ്തേ. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക് ഏതാണ്? പൊതുമേഖലാ ബാങ്ക്. ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ സി പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണല്ലേ? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ആൻസർ കേട്ടോ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, അടുത്ത ചോദ്യം, 8ാം ചോദ്യം. സീ സ്പേസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ്? സീ സ്പേസ് നമുക്കറിയാം, പഠിച്ചുള്ള കാര്യമാണ്. ഒന്നാമത്തെ പ്രസ്താവന, സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം. സാംസ്കാരിക വകുപ്പിന് വേണ്ടിയിട്ട് KISFDC ഒരുക്കിയ സംരംഭമാണ്. പ്രേക്ഷകർക്ക് ചലച്ചിത്രങ്ങൾ സൗജന്യമായി കാണാൻ അവസരം. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉമാണ് ശരി. മൂന്നാമത്തെ സൗജന്യമായിട്ട് കാണാൻ കഴിയുമെന്നുള്ളത് തെറ്റാണ്. അത് പേയ്മെന്റ് ആണ് കേട്ടോ, പേയ്മെന്റ് ഉള്ളതാണ്, സൗജന്യമായി കാണാൻ കഴിയത്തില്ല. ഓക്കെ, ശരി, അപ്പൊ തെറ്റാണ്. ബാക്കി 2 പ്രസ്താവന ശരിയാണ്. അടുത്ത 9ാം ചോദ്യം, 96ാം ഉത്തരം കിട്ടിയായിരുന്നോ? 96ാം ഓസ്കാർ കമന്റ് ചെയ്തേ. ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. ക്രിസ്റ്റഫർ നോളൻ 96ാം ഓസ്കാർ ദാന ചടങ്ങിൽ മികച്ച ചിത്രത്തിലുള്ള പുരസ്കാരം നേടിയ ഓപ്പൺഹൈമർ സംവിധാനം ചെയ്ത ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ് കേട്ടോ. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത് 10ാമത് ചോദ്യം, 2023 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള വന്യജീവി സങ്കേതം ഏതാണ് ചോദ്യം? ഓക്കെ, കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? എ അല്ല കുട്ടികളെ, ഓപ്ഷൻ ഡി പറമ്പിക്കുളമാണ്. നിങ്ങൾ ഈ കടുവാ സങ്കേതം കേട്ട ഉടനെ പെരിയാർ പിടിച്ചുകൊണ്ട് പോവാതെ. കടുവാ സങ്കേതം, ഏറ്റവും മികച്ച കടുവാ സങ്കേതമാണ് പെരിയാർ. ഏറ്റവും മികച്ച കടുവാ സങ്കേതമാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് പറമ്പിക്കുളത്താണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതം അത് പെരിയാർ. ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് പറമ്പിക്കുളത്തിലാണ്, പറമ്പിക്കുളം. ഓക്കെ, അടുത്ത് 11ാം ചോദ്യം, താഴെ നൽകിയ പ്രസ്താവനകൾ പരിഗണിക്കുക. 2023 എഴുത്തുജ പുരസ്കാരം ലഭിച്ചത് മലയാള നോവലിസ്റ്റ് സക്കറിയയ്ക്കാണ്. 2023 പ്രഖ്യാപിക്കപ്പെട്ട 47ാം വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 കേരള ജ്യോതി പുരസ്കാര ജേതാവായ സാഹിത്യകാരൻ ടി പത്മനാഭനാണ്. ഓക്കെ, ഇനി നോക്കിയിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്ത ആൻസർ. ഓപ്ഷൻ ബി 1 തെറ്റാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പിള്ളേരെ? ആർക്കാ ലഭിച്ചേ? ടി വസന്തനാണല്ലേ? എസ് കെ വസന്തനാണ്. ടി പത്മനാഭന്റെ ഇരിക്കുന്നു എസ് കെ വസന്തൻ. ഓക്കെ, എസ് കെ വസന്തനാണ് ആൻസർ. ബാക്കി 2ഉം ശരിയാണ്. 2023 പ്രഖ്യാപിക്കപ്പെട്ട 47ാം വയലാർ അവാർഡ് നേടിയ ശ്രീകുമാരൻ തമ്പി ശരിയാണ്. 2023 കേരള ജ്യോതി പുരസ്കാര ജേതാവ് സാഹിത്യകാരൻ ടി പത്മനാഭൻ, അതും ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ. അടുത്ത 12ാം ചോദ്യം, ഏത് രാജ്യത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ കാവേരി ദൗത്യം നടത്തിയത്? ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചിട്ടുണ്ട്. കാവേരി കമന്റ് ചെയ്തേ. ഏതാ? സുഡാനാണ്. സുഡാനാണ് ആൻസർ. സുഡാൻ. ഓക്കെ, സുഡാനിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പറേഷൻ കാവേരി നടത്തിയത് കേട്ടോ. സുഡാനാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അടുത്ത് 2023 ഏപ്രിലിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ബുസി പാലം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? ബുസി പാലം. ഉത്തരം അറിയാന്നുള്ളത് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ മൊസാംബിക് ആണ് ആൻസർ കേട്ടോ. മൊസാംബിക് ആണ് ആൻസർ. മൊസാംബിക് ആണ് കേട്ടോ. ഓക്കെ, മൊസാംബിക് ആണ്. ഇവിടെ എല്ലാവർക്കും കമന്റ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? അതായത് എല്ലാവർക്കും ഉത്തരം അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? ഓക്കെ, ശരി. അടുത്ത് ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്താൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് സാവകാശത്തിൽ ഉത്തരം എഴുതിയാൽ തെറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ടാണ് പറയുന്നത്. സാവകാശ ഉത്തരം എഴുതിയാൽ 2023 ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് ഓക്സിജൻ വിജയകരമായി വേർതിരിച്ചെടുത്തത് ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസി എന്നാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തേ. ബി നാസയാണ്. ഓപ്ഷൻ ബി നാസയാണ്. രാജ്യസ്നേഹം കയറിയിട്ട് ഇന്ത്യ എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഓപ്ഷൻ ബി നാസയാണ്. ഓക്കെ, ഓപ്ഷൻ ബി നാസയാണ് ആൻസർ എന്നത്. അത് അമേരിക്കൻ ആൻസർ ആണ്. അമേരിക്ക. ഓക്കെ,
അമേരിക്കൻ ആൻസർ ആണ്. അമേരിക്കയുടെ തന്നെ നാസ. അടുത്ത 15-ാം ചോദ്യം. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റിന് ദുരന്തം എന്നർത്ഥം വരുന്ന പേര് നൽകിയത് ബംഗ്ലാദേശ് ആണ്. ഏതാണ് ചുഴലിക്കാറ്റ്? ഓക്കെ, 2023 ഇവിടെ പറയുമ്പോൾ കമന്റ് ചെയ്യണം. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റിന് ദുരന്തം എന്നർത്ഥം വരുന്ന പേര് നൽകിയത് ബംഗ്ലാദേശ് ആണ്. ഏതാണ് ചുഴലിക്കാറ്റ് എന്നാണ് ചോദ്യം. പഠിച്ചിട്ടുള്ളതാണ് ബംഗ്ലാദേശ്. ഏതാ? കമന്റ് ചെയ്തേ. ബിപോർ ജോയ് ആണ് കേട്ടോ. ബിപോർ ജോയ് ആണ് ആൻസർ. ബിപോർ ജോയ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ. അടുത്ത് 2023 അർജന്റീനയിൽ നടന്ന ഫിഫയുടെ അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ഏതെന്നാണ് ചോദ്യം. 2023 അർജന്റീനയിൽ നടന്ന ഫിഫയുടെ അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി യുറുഗ്വായ് ആണ് കേട്ടോ. യുറുഗ്വായ് ആണ് ആൻസർ കേട്ടോ. യുറുഗ്വായ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി യുറുഗ്വായ് ആണ് 2023 അർജന്റീന നടന്ന ഫിഫയുടെ അണ്ടർ-20 ലോകകപ്പില് ജേതാക്കളായത് ഉറുഗ്വായ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, മറക്കണ്ട, പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യത്തെ ഇൻഫിനിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ചോദ്യം. ആദ്യത്തെ ഇൻഫിനിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ചോദ്യം. 2 വയസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ദുബായ് ആണ്. ഓപ്ഷൻ ബി ദുബായ് ആണ് ആൻസർ. ദുബായ്. ഓപ്ഷൻ ബി ദുബായ് ആണ് ആൻസർ വരുന്നത്. അടുത്ത 18-ാം ചോദ്യം. രാജ്യാന്തര ഫുട്ബോളിൽ 200 മത്സരങ്ങൾ പൂർത്തീകരിച്ച ആദ്യ പുരുഷ ഫുട്ബോളർ ആരാണ്? രാജ്യാന്തര ഫുട്ബോളിൽ 200 മത്സരങ്ങൾ പൂർത്തീകരിച്ച ആദ്യ പുരുഷ ഫുട്ബോളർ ആരെന്നാണ് ചോദ്യം. കമന്റ് ചെയ്ത ആൻസർ കിട്ടിയവര്. ഓപ്ഷൻ എ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത 19-ാം ചോദ്യം. 2023 ജൂലൈയിൽ ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് 2020 ടീമിൽ ഇടം കണ്ടെത്തിയ മലയാളി താരമാണെന്നാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ബി മിന്നു മണിയാണ്. മിന്നു മണിയാണ് ആൻസർ കേട്ടോ. മിന്നു മണി. ഓക്കെ, മിന്നു മണിയാണ് ആൻസർ കേട്ടോ. ഓക്കെ, ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് 2020 ടീമിൽ ഇടം കണ്ടെത്തിയ മലയാളി താരമാണ് മിന്നു മണി. അടുത്ത 20-ാം ചോദ്യം. ഇറാൻ സ്വദേശിയായ സജീവനല്ലേ? അല്ല, മിന്നു മണിയാ. ഡൗട്ടുണ്ടോ? ഡൗട്ട് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഗ്രൂപ്പ് ഇട്ടിക്കാം. ഓക്കെ, മിന്നു മണി എന്നാണ് എന്റെ ഒരു ഓർമ്മ. നോക്കിയിട്ട് ഗ്രൂപ്പ് ഇട്ടിക്കാം കേട്ടോ. ശരി. ഓക്കെ. അടുത്ത 20-ാം ചോദ്യം. ഇറാൻ സ്വദേശിയായ നർഗീസ് മുഹമ്മദി എങ്ങനെയാണ് 2023 വാർത്തകളിൽ ഇടം നേടിയെന്നാണ് ചോദ്യം. ബഹിരാകാശത്തെത്തിയ ആദ്യ മുസ്ലിം വനിത, 2023 മികച്ച നടിക്കുള്ള ഓസ്കാർ ജേതാവ്, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇറാനിയൻ വനിത, അതുപോലെ തന്നെ 2023 സമാധാന നൊബേൽ സമ്മാന ജേതാവ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതിന്റെ ആൻസർ? 2023 സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് നർഗീസ് മുഹമ്മദി. 2023 സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് നർഗീസ് മുഹമ്മദി. ഓക്കെ. 21-ാം ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ബ്രിട്ടീഷുകാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമാണ് ബംഗാൾ വിഭജനം. സ്വദേശി പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ബംഗാൾ വിഭജനത്തോടെയാണ്. ഓക്കെ, കമന്റ് ചെയ്ത ആൻസർ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഓക്കെ. PSC ഇപ്പോഴത്തെ പരിപാടി വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്? തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ട് എല്ലാം ശരിയായി വന്നിരിക്കുന്ന നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതാണ് നമ്മുടെ പരിപാടി. ഓക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി LGS ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് ആൻസർ എല്ലാം ശരിയാണ്. ഈ പറഞ്ഞ പ്രസ്താവന എല്ലാം ശരിയാണ് കേട്ടോ വളരെ. അടുത്ത് 22-ാം ചോദ്യം. 1913 ലാലാ ഹർദയാലിന്റെയും സ്വരൺ സിംഗിന്റെയും നേതൃത്വത്തിൽ സ്ഥാപിച്ച വിപ്ലവ സംഘടന ഏതാണ് ചോദ്യം. വിപ്ലവ സംഘടന. AC ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി ഗദ്ദാർ പാർട്ടിയാണ്. നമുക്ക് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകരും വർഷമൊക്കെ. 1913 ഗദ്ദാർ പാർട്ടി
ലാല ഹർദയാലും സോൺ സിംഗും ചേർന്നിട്ടാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത്. ഓക്കെ, ഇത് സ്ഥിരം ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. അടുത്ത 23 ചോദ്യം, റിച്ചാർഡ് സ്റ്റാർക്കിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ ക്ഷാമ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വൈസ്രോയുടെ കാലത്താണ്? റിച്ചാർഡ് സ്റ്റാർക്കിയുടെ ക്ഷാമ കമ്മീഷൻ. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ലിട്ടൺ പ്രഭുവിന്റെ കാലത്താണ്. ലിട്ടൺ പ്രഭു, ഓപ്ഷൻ ബി ലിട്ടൺ പ്രഭുവിന്റെ കാലത്താണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ വരുന്നത്. റിച്ചാർഡ് സ്ട്രാച്ചി ക്ഷാമ കമ്മീഷൻ വരുന്നത് ലിട്ടൺ പ്രഭുവിന്റെ കാലത്താണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത് 24ാമത്തെ ചോദ്യം, 1875 സ്ഥാപിതമായ ഏത് സംഘടനയുമായാണ് 10 തത്വങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തേ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ആര്യ സമാജം 1875 ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യ സമാജം. അതാണ് ആൻസർ വരുന്നത്. ആര്യ സമാജത്തെ ബന്ധപ്പെട്ടതാണ് 10 തത്വങ്ങൾ. ഓക്കെ, അടുത്ത് 25ാം ചോദ്യം, മഹാത്മാഗാന്ധിയെ ഏറെ സ്വാധീനിച്ച അൺടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ്? അൺടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരെന്നാണ് ചോദ്യം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തേ. ജോൺ റസ്കിൻ ആണ്. ഓപ്ഷൻ സി ജോൺ റസ്കിൻ ആണ്. ജോൺ റസ്കിൻ ആണ് ആൻസർ. ജോൺ റസ്കിൻ. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്ത് 26ാമത് ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏറ്റവും അവസാനമായി ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കപ്പെട്ട പ്രദേശം ഏതാണ് ചോദ്യം. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി ദിയു ആണ്. ദിയു ആണ് കേട്ടോ. ദിയു. ഓക്കെ, ദിയു ആണ്. അടുത്ത് 27, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനരേകീകരിക്കാൻ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരെന്നാണ്? അംഗമല്ലാതിരുന്ന വ്യക്തി. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ വി പി മേനോൻ. ഓപ്ഷൻ എ വി പി മേനോൻ ആണ്. ഓപ്ഷൻ എ വി പി മേനോൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എ വി പി മേനോൻ ആണ്. അടുത്ത്, ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവയ്ക്ക് സഹകരണം നൽകിയ രാജ്യങ്ങളും താഴെ കൊടുക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏതാണ് ചോദ്യം. ഈ കമ്മീഷനൊക്കെ ഈ പറയണ ഒന്നുകിൽ സംസ്ഥാന പുനഃസംഘടന, അതല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇതിൽ രണ്ടിൽ ചോദ്യം നമുക്ക് എല്ലാ പരീക്ഷയും പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിലായോ? ശ്രദ്ധിച്ച് എഴുതുക എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ശരി. ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓടിച്ച് നോക്കിയതേ ഉള്ളൂ. അതിനെ നോക്കാൻ സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഈ ഇരുമ്പുരുക്ക് ശാല നോക്കാം. ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാ തെറ്റായ ജോഡി? ഓപ്ഷൻ ബി ബൊക്കാറോ ആണല്ലേ. ബൊക്കാറോയ്ക്ക് സഹായം നൽകിയ റഷ്യ ആണല്ലേ. ബൊക്കാറോയ്ക്ക് സഹായം നൽകിയ റഷ്യയാണ്. റഷ്യ. ഓക്കെ, USSR തന്നെയാണ്. അപ്പൊ അതാണ് അവിടെ തെറ്റ്. അടുത്ത 29ാം ചോദ്യം, താഴെ നൽകിയ പ്രസ്താവനകൾ പരിഗണിക്കുക. 1ാം പഞ്ചവത്സര പദ്ധതി മെഹൽനോബിസ് പ്ലാൻ എന്നറിയപ്പെടുന്നു. ഫക്രാനഗർ ഹിരാക്കുഡ് ഡാമുകൾ നിർമ്മിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വ്യവസായത്തിനാണ് 1ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. ഓക്കെ, ആൻസർ കമന്റ് ചെയ്തേ. ഏതാണ്ടാ? ഡി ആണ് ആൻസർ. ഡി. എല്ലാം തെറ്റല്ലേ? 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താ? ഹരോഡ് ഡോമർ മാതൃക എന്നാണ് 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. ഫക്രാനഗറിൽ ഹിരാക്കുഡ് ഡാമുകൾ നിർമ്മിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? അത് 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഫക്രാനഗർ ഹിരാക്കുഡ് ജലസേചനം 1ാം പഞ്ചവത്സര പദ്ധതി അല്ലേ പിള്ളേരെ? ജലസേചനം 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ നിർമ്മിക്കുന്നതാണ് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഓക്കെ, അടുത്ത്, വ്യവസായത്തിനാണ് 1ാം പഞ്ചവത്സര പദ്ധതി ഒന്ന് നൽകി. അതും തെറ്റാണ്. ഓക്കെ, അപ്പം ഇതാണ് എല്ലാം തെറ്റാണ് ആൻസർ. എല്ലാം തെറ്റാണ് ആൻസർ. ഓക്കെ, കൃഷിയല്ലേ? കൃഷിയൊക്കെയല്ലേ കൃഷിയാണ് പ്രധാന ലക്ഷ്യം. അടുത്ത 30ാം ചോദ്യം, 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ബൽദേവ് സിംഗ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ബൽദേവ് സിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളത് പഠിച്ചത് ബലമുള്ള ആൾക്ക് പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ കണക്ഷൻ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാനെല്ലാം എടുത്തേന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ ഞങ്ങളുടെ ഈ കമ്പൈൻ സ്റ്റഡി, നിങ്ങൾ ഈ കമ്പൈൻ സ്റ്റഡി ക്ലാസ് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, LGS, LDC, ഈ പറയുന്ന കമ്പൈൻ സ്റ്റഡി ക്ലാസ്സുകളുണ്ടല്ലോ, പിന്നെ CPO, ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ SCRT ഭാഗങ്ങൾ എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് LDക്കും നിങ്ങൾക്ക് CPOയ്ക്കും ഡിഗ്രി ലെവലിനും എല്ലാത്തിനും പഠിക്കാൻ പറ്റിയ എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലായ? ഓക്കെ, അത് കണ്ട് ഇതാരുടെ ഈ ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നത്? ഇതാരും ഒരാൾ ആ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ക്യാൻസൽ ചെയ്യും. ശരി. പിള്ളേർ അപ്പൊ അതും ആരോ നോക്കാൻ പോയി യൂട്യൂബിലെങ്ങാണ്ട്. ഞാൻ എന്താണ് നോക്കി, നമ്മളെ ചാനലിൽ 900 എത്ര വീഡിയോ കണ്ടേ ആയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് എല്ലാം എടുത്ത് കണ്ടു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വെറുതെ പറയണല്ല. ശരി, ഓക്കെ, ക്ലിയർ ആണല്ലോ. അവിടെ ബൽദേവ് സിംഗ് ആണ് കേട്ടോ. അപ്പൊ ബൽദേവ് സിംഗ് ആണ് ആൻസർ വരുന്നത്, ബൽദേവ് സിംഗ്. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം പ്രതിപാദിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന 18ാം ഭാഗം പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി അടിയന്തരാവസ്ഥയാണ്. ഓപ്ഷൻ ഡി അടിയന്തരാവസ്ഥയാണ് ആൻസർ വരുന്നത്. അടുത്ത് 32ാമത്തെ ചോദ്യം, രാഷ്ട്രത്തിന് കീഴിലുള്ള ഏതൊരു ഓഫീസിലും തൊഴിലിനോ നിയമനത്തിനോ തുല്യ അവസരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ചോദ്യം? ഓക്കെ, കമന്റ് ചെയ്തേ പിള്ളേരെ. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 16 ആണ്. അതായത് നിയമനങ്ങളിൽ അവസര സമത്വം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 16, അവസര സമത്വം പറയുന്ന ആർട്ടിക്കിൾ 16ലാണ് കേട്ടോ. ഓക്കെ, അടുത്ത 33ാം ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 48 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 48A എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഏതാ? ഓപ്ഷൻ ബി പരിസ്ഥിതി സംരക്ഷണമാണ് കേട്ടാ. കമന്റ് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യണം, നേരത്തെ ചെയ്യരുത് കേട്ടാ. അടുത്ത്, ചുവടെയുള്ളതിൽ പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏതാണ്? പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഏതാ ആൻസർ വരുന്നേ? ഓപ്ഷൻ സി ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയാണ്. അതായത് GVK റാവു കമ്മിറ്റി പഞ്ചായത്ത് രാജ് ആണ്. LM സിംഗ്വി പഞ്ചായത്ത് രാജാണ്. അശോക് മേത്ത കമ്മിറ്റിയും പഞ്ചായത്ത് രാജാണ്. എന്നാൽ ദിനേശ് ഗോസ്വാമി പഞ്ചായത്ത് രാജ് അല്ല. ദിനേശ് ഗോസ്വാമി ഇത് പ്രീവിയസ് ചോദ്യം കൂടിയാണ്. ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്താണെന്ന് അറിയോ? ദിനേശ് ഗോസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ഷൻ പരിഷ്കരണങ്ങളാണ് കേട്ടാ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. ഇലക്ഷൻ പരിഷ്കരണങ്ങളാണ് ഈ പറയുന്ന ദിനേശ് ഗോസ്വാമി കമ്മീഷൻ കേട്ടാ. ഓക്കെ, അത് ഓർത്തു വെച്ചോണ്ട്, അത് പ്രീവിയസ് ചോദ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അറിഞ്ഞാത്താണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അത് പിന്നീട് ഉപകാരപ്പെടും. ഒരു വ്യക്തി ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്നതിനുള്ള യോഗ്യതകൾ പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ 58 ആണ്. 58 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എട്ടും പൊട്ടും തിരിയാത്തവരെ നമ്മൾ രാഷ്ട്രീയമാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 58 നമ്മൾ ഈ, അതായത് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ പറയുന്ന ആൾക്കാർ നമ്മൾ പറയുന്നില്ല, അവൻ 8 പൊട്ടും തിരിയത്തില്ല എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഓർത്തു വെച്ചിരുന്ന കേട്ടാ. ശരി. അടുത്ത ശിവൻകുട്ടി ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരാള് മാത്രം പ്രതികരിക്കാൻ വന്നുകൊണ്ട് ഇങ്ങനെയാണ് പ്രതികരിക്കാൻ വരുന്നത്. പ്രതികരിക്കാൻ വേണ്ടി 10-15 ആൾക്കാരെയും കൊണ്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു നിങ്ങള്. എല്ലാം കോമഡിയാണ്. നമുക്ക് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ വിരമിക്കൽ പ്രായമുണ്ട്. ഒരു 60 വയസ്സ് 65 വയസ്സ് വരെയൊക്കെ പരമാവധി പല പോസ്റ്റുകളിൽ 65 വയസ്സൊക്കെയാണ് വിരമിക്കൽ പ്രായം വരുന്നത്.
സർക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്യോഗസ്ഥരല്ല, അല്ലാതെ മറ്റേ കമ്മീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ രാഷ്ട്രീയക്കാരന് സത്യം പറഞ്ഞാൽ വിരമിക്ക് പ്രായം കൊണ്ടുവരണം. അത് ഇത്ര പ്രായത്തിന് മുകളിലേക്കുള്ളവര് ഇതാവാൻ പാടില്ല. എല്ലാ പാർട്ടിക്കാരും കണക്കാക്കിയിട്ട് തന്നെ. അതെ, ഒരു 60, ഞാൻ പറഞ്ഞത് 60 വയസ്സ് വരെയൊക്കെ. എല്ലാ ആൾക്കാരും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും. ഓക്കെ, എടാ നമുക്ക് ഒരു 60 വയസ്സൊക്കെ കഴിയുന്ന, ഒരു 60-70 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മളെ കുട്ടിത്തമാണ്. നമ്മുടെ വീടിന് കുട്ടിയായി മാറുകയാണ് ചെയ്യണം. നമ്മുടെ അറിയാലോ, നമ്മുടെ ന്യൂറോൺസ് നാശം സംഭവിക്കും, നമ്മുടെ സെൽസിന് നാശം സംഭവിക്കും. അപ്പോൾ നമുക്ക് ആപ്പഴുള്ള സാധനം എക്സ്പീരിയൻസ് മാത്രമാണ്. എക്സ്പീരിയൻസ് മനസ്സിലായില്ലേ? എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും. അത് ഒരിക്കലും ഞാൻ ഈ പ്രായമായൊരു മോശം എന്നല്ല പറയുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ ഇതാണ്, അവരെക്കാളും എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്, ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുന്നത് കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർക്കായിരിക്കും. ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും പറയണ മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് പറയുന്നത്. ഇത് ഒന്നുകിൽ അവർ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രവർത്തിക്കുക. ശരി. അപ്പൊ താഴെ നൽകിയ വസ്തുതകളിൽ തെറ്റായവ ഏതാണ്? താഴെ നൽകിയ വസ്തുതകൾ തെറ്റായ ഏതാണ് ചോദ്യം. ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ കോളം, ഇന്ത്യയുടെ കിഴക്കേയറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റം ഗുഹാർ മോത്തി. ഓക്കെ, ശരി, ഒന്ന് കമന്റ് ചെയ്തേ. തെറ്റായതാണ് വേണ്ടത്. ഓക്കെ, തെറ്റായവ ചോദിച്ചിട്ട് അവര് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ശരിയായതാണ് കേട്ടാ, അത് കുഴപ്പമില്ല. ഇവിടെ 3ഉം 4ഉം ശരിയെന്നൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ശരിയല്ല, അത് കുഴപ്പമില്ല. നിങ്ങൾ സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. 3ഉം 4ഉം ശരിയാണ് കൊടുത്തിരിക്കുന്നത്, അത് ശരിയാണ്. അപ്പൊ ഇന്ത്യയുടെ വടക്കേയറ്റം വടക്കേയറ്റം ഇന്ദിരാ കോളാണ്, തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ് ആണ് കേട്ടോ. അത് അങ്ങോട്ട് ഇടം തിരിച്ചു മറിച്ചിട്ടിരിക്കുന്നത്. ഞാൻ പറയാം, വടക്ക് മുകളിൽ നിന്നാണ് കോള് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മുകളിൽ നിന്ന് കോള് വന്ന്, അല്ലെങ്കിൽ മഴക്കോള് വരുന്നത് മുകളിലാണെന്നൊക്കെ പറഞ്ഞ് വടക്ക് ഇന്ദിരാ കോള് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. വടക്ക് ഇന്ദിരാ കോള്. ഓക്കെ, പിന്നെ കിഴക്ക് കിബുത്തു നമ്മൾ പഠിച്ചില്ലേ? കിഴക്ക് കിബത്തു. കിഴക്കിന്റെ കീ പിടിച്ചാൽ മതി. കിഴക്ക് കിബുത്തു. പടിഞ്ഞാറ് ഗുഹാമോത്തി. ഓക്കെ, കിബുത്തു അരുണാചൽ പ്രദേശിലാണ് കേട്ടാ. ഓക്കെ, അതാ കിഴക്കിന്റെ കീയും കിബുത്തുവിന്റെ കീയും കണ്ടു വെച്ചിരുന്നാൽ മതി. മറ്റത് മുകളിൽ നിന്നാണ് കോള് വേണമെന്ന് ഓർത്ത് വെച്ചിരുന്നത് കേട്ടാ, അല്ലെങ്കിൽ മഴക്കോള് വേണമെന്ന് മുകളിലാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അടുത്ത് താഴെ കൊടുത്ത സംസ്ഥാനങ്ങളിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ചോദ്യം. ഗുഹാർ മോത്തി ഗുജറാത്തില. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ്. ഓക്കെ, നാഗാലാൻഡ്. ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾക്ക് കുറെ കോഡുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കോഡൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടാ. ശരി, അടുത്ത 38ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത ചുരങ്ങളും ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളും തമ്മിൽ ചേരുംപടി ചേർക്കുക. ഓക്കെ, ഒന്ന് ചേരുംപടി ചേർത്തേ. ഓക്കെ, കിട്ടിയത് കമന്റ് ചെയ്തേ. ആൻസർ കമന്റ് ചെയ്തേ. ഓപ്ഷൻ കണ്ടില്ലേ നിങ്ങൾ? അതവിടെ കാണേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടാ. ഓക്കെ, അതായത് രോഹ്താങ് ചുരം എവിടെയാ പിള്ളേരെ? രോഹ്താങ് ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് അല്ലേ? രോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശിലാണ്. നാഥുല ചുരം എവിടെയാ? നാഥുല ചുരം സിക്കിമിലാണ്. ലിബുലേഖ് ചുരം ഉത്തരാഖണ്ഡാണ്. അടുത്ത് ബോംഡില ചുരം എവിടെയാണ്? ബോംഡില ചുരം അരുണാചൽ പ്രദേശാണ് കേട്ടാ. ബോംഡില ചുരം അരുണാചൽ പ്രദേശാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മറ്റേ അരുണിന്റെ ബോഡി എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അരുണിന്റെ ബോഡി എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്ന കേട്ടോ. അരുൺ എന്നൊരു നല്ലൊരു പയ്യനെ മനസ്സിലാലോചിക്കുക. നല്ല ജിമ്മിലൊക്കെ പോകുന്ന ഒരു പയ്യനെ ആലോചിക്കുക. ഓക്കെ, അവിടെ നല്ല ബോഡി ഉണ്ടെന്നൊക്കെ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ആലോചിച്ചാൽ മതി, അത്രയും മതി. ആലോചിച്ച് അങ്ങ് പോവുകയാണ് ആ വഴിക്ക്. ദീപ്തി ഹസ്ബൻഡ് അരുൺ എന്നാണ്. ദീപ്തിക്ക് എളുപ്പമായി. ദീപ്തിനെ എനിക്ക് മറക്കത്തില്ല. ബോംഡില ചുരം ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ കൂടുതൽ എളുപ്പമായില്ല. രോഹിണി എഴുതും.
അരുൺ ഹസ്ബൻഡ് ആയിട്ടുള്ള എല്ലാരും ഇതിന് ഓർത്ത് വയ്ക്കും കേട്ടോ. ബോംബില്ല ചുരം. ഓക്കെ, ശരി, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അരുണിന് ഒരു ചോദ്യമായിട്ടുണ്ട്. പിന്നെ നമ്മള് ബിജി സാറിന് ഒരു ചോദ്യമായിട്ടുണ്ട്. ബിജി സാറിന്റെ ചോദ്യം എന്താണ്? വല്ല ഓർമ്മയുണ്ട? ആദിത്യ എല്ലോ മിഷന്റെ മിഷൻ ഡയറക്ടർ. ഓക്കെ, സിദ്ധാർത്ഥ്, സത്ലജ്, ജവി, ബിയാസ്, ചലം തുടങ്ങിയവ ഏത് നദിയുടെ പോഷക നദികളെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി സിന്ധു ആണ്. ഓപ്ഷൻ ഡി സിന്ധു ആണ്. അടുത്ത 40ാം ചോദ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ അവയുടെ അതിർത്തി ദൈർഘ്യം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഓക്കെ, അതിർത്തി ദൈർഘ്യമാണ്. അതിർത്തി ദൈർഘ്യം കൂടിയിൽ നിന്ന് കുറഞ്ഞത് എന്ന രീതിയിലേക്ക് ക്രമീകരിക്കാനാണ്. നല്ലൊരു ചോദ്യമാണത്. ഓക്കെ, ശരി, ഒന്ന് ക്രമീകരിച്ചേ. പിള്ളേരെ ആൻസർ സി വരും കേട്ടോ. സി, അതായത് ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശിനാണ്. ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശിനാണ്. രണ്ടാമത് വരുന്ന ആരാണ്? രണ്ടാമത് വരുന്നത് ചൈനയാണ്. മൂന്നാമത് വരുന്ന ആരാ? മൂന്നാമത് പാകിസ്ഥാനും. നാലാമത് വരുന്നത് നേപ്പാളും. അഞ്ചാമത് വരുന്നത് മ്യാൻമാറുമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആ ഉത്തരം കിട്ടും. അപ്പൊ 40 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.